വികാരിച്ചനുണ്ട്, സോണീസിനുണ്ട്, ഷിനോസിനുണ്ട്. ഒരു കാര്യമില്ല, ഞാനുണ്ട്. കാരണം ഇന്നത്തെ അട്രാക്ഷൻ മൊത്തം ബിസിനസ്സിനാണ്. നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഈ പാടുപാതിരിയെ ഒന്ന് അടുത്ത് കാണാനും ഇത് കഴിഞ്ഞ് പറ്റിയൊരു ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിന്റെ കുർബാന ഒന്ന് കൂടാനൊക്കെ ആയിട്ട് ആഗ്രഹിച്ച് കാത്തു വന്നിരിക്കുന്നവരാണ്. ഇവരെന്നെ വിളിക്കാൻ വരുമ്പോൾ ഇന്നത്തെ കുർബാന ചൊല്ലുന്നത് ബിസിനസ്സിനാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അവർ പറഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ പരിപാടി പിടിക്കില്ലായിരുന്നു, കാരണം നമുക്ക് ക്ഷീണമാണ്. സ്നേഹം പറഞ്ഞവരെ, ഇന്നത്തെ വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലുള്ള ഒരു പ്രത്യേകത, ഇന്ന് ഒരു ഉച്ച കഴിയുമ്പോൾ തന്നെ മാനാട്ട് പറഞ്ഞ ഫുഡ് അടിച്ചിട്ട് നേരെ ഇവിടെ വന്ന് ബിസിനസിന്റെ പാട്ടുകളാണ് കൂടി ഇത് കഴിഞ്ഞ് ബ്ലൂ ഡയമണ്ടിന്റെ ഗാനമേളയോടെ കഴിയുമ്പോൾ ഇന്നത്തെ ഏതാണ്ട് സന്തോഷം പൂർണ്ണമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അങ്ങനെ കിട്ടിയ ഒരു ദിവസമായിട്ട് കാണുന്നു. ഈ തിരുനാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഏതെന്തോട്ടം പോലെ പൂവും കായൊക്കെ ഉണ്ട്. സ്നേഹം പറഞ്ഞവരെ, ഇവിടെ തിരുനാളിൽ പ്രസംഗം പറയാൻ വരുന്നത് ഞാൻ ഇപ്പോഴാണ്. പക്ഷേ ഇവിടുത്തെ തിരുനാളുകളിൽ ഞാൻ തുള്ളാൻ പറ്റാറില്ല. ഞാൻ ഇവിടെ തുള്ളി വേഗത്തേക്ക് അവസാനമാണ് പോകാറുള്ളത്. വൈകുന്നേരങ്ങളിൽ വീരമ്പഴയിൽ വന്ന് വൈബടിച്ചിരിക്കാറുണ്ട്. പിന്നെ രാത്രി പള്ളിപ്പാടത്തി ഒന്ന് വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ട്. അപ്പൊ ഈ നെടുങ്ങാലിന്റെ വൈബ് ഞാൻ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും അഭിമാനവും സന്തോഷമുള്ളത് ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ്. ഇത് ഏതാനും കത്തോലിക്കരുടെയോ ക്രൈസ്തവരുടെയോ തിരുനാളല്ല. ഈ നാടിന്റെ, ഈ കരയുടെ നാനാജാതി മതസ്ഥരായ എല്ലാവരുടെയും തിരുനാളാണ്. എത്ര ആദരവോടെയാണ് ഇതിലെ മതസ്ഥ നമ്മുടെ സഹോദരങ്ങളൊക്കെ ഈ വിശുദ്ധനെയും ഈ പള്ളിയെയും ഇവിടുത്തെ തിരുനാളിനെയും ഒക്കെ നോക്കിക്കാണുന്നതെന്ന് മറ്റേതൊരു പള്ളിയേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതെല്ലാവരും കാണുന്നതുമാണ്. അത് വലിയൊരു ചരിത്രമാണ്. ഞാനത് പറയുമ്പോൾ ഞാൻ ജനിച്ച ഇടവക പാണാവള്ളിയാണ്. അതും സെയിന്റ് അഗസ്റ്റിന്റെ പള്ളിയാണ്. അവിടെയും ഇതുപോലെ നാനാജാതി മതസ്ഥർ ചേർന്നിട്ടാണ് തിരുനാളിന് ഗംഭീരമാകുന്നത്. അവിടുത്തെ സാധാരണക്കാരെ വെല്ലിച്ചെന്നാണ് വിളിക്കുന്നത്. വെല്ലിച്ചന്റെ തിരുനാളെന്നാണ് അഗസ്തീനോസിന്റെ തിരുനാൾ അവർ പറയുന്നത്. അപ്പൊ കുഞ്ഞുനാൾ തൊട്ട് ഈ അവിടെ പക്ഷേ ഞങ്ങൾ ഓഗസ്റ്റിനാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. കുഞ്ഞുനാൾ തൊട്ട് അഗസ്റ്റിന്റെ കഥകളും കാര്യങ്ങളൊക്കെ കേട്ടു വളർന്ന ബാല്യം തന്നെയാണ് എന്റേത്. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ നമ്മുടെ വിവരിച്ച പറഞ്ഞു പുള്ളിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ വിശുദ്ധനാണ്. കാരണം പുള്ളി എല്ലാ അലമ്പും കാണിച്ചിട്ട് സെമിനാരി വന്ന് കയറിയുന്നത്. എനിക്ക് വേറെ രീതിയിലാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ സെമിനാരി കയറി കഴിഞ്ഞിട്ടാണ് എല്ലാ അലമ്പുകളും തുടങ്ങിയപ്പോഴാണ്. അപ്പൊ ഏതൊക്കെയോ രീതിയിൽ വിശുദ്ധൻ ഞങ്ങൾക്കൊക്കെ കണക്റ്റഡ് ആവുന്നുണ്ട്. സ്നേഹം പറഞ്ഞാൽ കത്തോലിക്ക സഭയിൽ നമുക്ക് ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. തൂണുമേൽ സിമയോൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധൻ കേട്ടിട്ടുണ്ടാ. ജീവിതകാലം മൊത്തം തൂണിന്റെ മുകളിലായിരുന്നു. പിന്നെ ആള് വിശുദ്ധ കുപ്പത്തിനാണ്, പറന്ന് നടന്നുകൊണ്ടിരുന്ന വിശുദ്ധനാണ്. പിന്നെ സെന്റ് ആന്റണി ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ച ആളുകളെ ഞെട്ടിച്ചെടുപ്പറാണ്. അങ്ങനെ പല വീരപരിവേഷങ്ങളുള്ള അത്ഭുത പ്രവർത്തകരായിട്ടുള്ള എത്രയോ വെറൈറ്റി ആയിട്ടുള്ള വിശുദ്ധന്മാരുള്ള സഭയാണ് കത്തോലിക്ക സഭ. അവിടെ എന്താണ് സെയിന്റ് അഗസ്റ്റിൻ വ്യത്യസ്തനായെന്നുള്ളതാണ്. ഒരു സാധാരണക്കാരനായി ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ് ഈ പുള്ളി ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. അതുവരെ നമ്മുടെ ഇടവകയിൽ നമ്മൾ പറഞ്ഞു കേട്ടുള്ള കഥ 32 വയസ്സ് വരെ അറുമാദിച്ച് നടന്ന വഷളൻ. പിന്നെ ഒരു ദിവസം എടുത്തു വായിക്കുന്ന മറ്റോ അസിരിയിൽ കേട്ട് പുള്ളി എടുത്തു വായിച്ചു മാനസാന്തരപ്പെട്ടു. ഇതാണ് നമ്മളെ കേട്ടുള്ള കഥ. പക്ഷെ ഫിലോസഫിയിൽ തിയോളജിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെട്ടുപോകുന്നത്. കാരണം ഗുഡ്, ഈവിൾ, ടൈം, ഇങ്ങനെ കുറെ പരിപാടി കൂടി ഫിലോസഫിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ദഹിക്കാനായിട്ട് നമുക്ക് വലിയ പാടാണ്. കാരണം അത്രമാത്രം അച്ഛൻ പറഞ്ഞ ഇന്റലക്ച്വൽ ജയന്റാണ്. അത്ര കടികട്ടിയായിട്ടുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്ത അതിതദേഹനായിട്ടുള്ള മനുഷ്യനാണ്. അതൊക്കെ നമ്മൾ പിന്നെ അറിയുന്നത്. പക്ഷെ എനിക്ക് ഈ വിശുദ്ധനെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്റെ ചോദ്യം. ഈ പറന്ന് നടക്കുന്ന കുപ്രതയിലെയോ അല്ലെങ്കിൽ മറ്റു വിശുദ്ധരുടെയോ സാഹസികതയോ കാണിക്കുന്നതല്ല. ഈ വിശുദ്ധൻ എനിക്ക് കണക്ട് ആവുന്നത് എന്നെ പോലെ വഴുന്നവരായ ഒരു മനുഷ്യൻ, എന്നെ പോലെ വീഴ്ചകളുള്ള ഒരു മനുഷ്യൻ, എന്നെ പോലെ ബലഹീനനായ ഒരു മനുഷ്യൻ, എന്നെ പോലെ ഏത് സമയത്തും ജീവിതത്തിന്റെ ജനികതയുടെ ഭൗതികതയുടെ ഒക്കെ വീഴ്ചകളിലേക്ക് കൂപ്പുകുത്തി പോകുന്ന ഒരു മനുഷ്യൻ എനിക്ക് അഗസ്തീനോസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ വീഴുന്ന തെറ്റുകളും ഞാൻ വീഴുന്ന അബദ്ധങ്ങളും ഒക്കെ ഈ വിശുദ്ധനെ നേരിട്ടു. ഞാൻ പോയ ചാപല്യങ്ങളിലൂടെ അദ്ദേഹവും കടന്നുപോയി. എനിക്ക് മനസ്സിലാവും എന്നെ പോലെയുള്ള ആളാണ്. ഒരുപക്ഷെ മറ്റേതൊരു വിശുദ്ധനേക്കാളും സാധാരണക്കാരനായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ വിശുദ്ധനാകാമെങ്കിൽ പൊന്നോ മോനോ നമുക്കും പറ്റും എന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ നമുക്ക് തരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സ്നേഹം പറഞ്ഞവരെ, വിശുദ്ധന്റെ ജീവിതത്തെ പറ്റി എത്രയോ കാലമായിട്ട് നിങ്ങൾ കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തെ പറ്റി, അദ്ദേഹത്തിന്റെ വിശുദ്ധിയെ പറ്റി, അദ്ദേഹത്തിന്റെ വേദ പാരംഗതനായിട്ടുള്ളതിനെ പറ്റി, അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി, അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവത്തെ പറ്റിയൊക്കെ ഒരുപാട് എല്ലാ കൊല്ലവും തിരുനാളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയും നമ്മൾ കേൾക്കും. ഇത് പറയാത്ത എന്തെങ്കിലും പറയാൻ പറ്റുമെന്നാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സെയിന്റ് അഗസ്റ്റിന്റെ പറയാത്ത ആംഗിളിനെ പറ്റി പറയാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ എന്റെ മനസ്സിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം.
സ്നേഹം പറഞ്ഞൊരു വിശുദ്ധരാണ്, വിശുദ്ധരിൽ ലിംഗനാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹം മെത്രാനാണ്. ഇന്ന് അദ്ദേഹത്തിന് മെത്രാൻ എന്ന് പറയുന്ന കാര്യത്തെ പറ്റി സംസാരിച്ചാൽ ഞാൻ വിചാരിക്കണം, ഇന്നലെയും കൂടി മെത്രാൻ ഒന്നും കൂടി ഇന്നലെ വിചാരിച്ചിട്ട് പോയതേ ഉള്ളൂ. ഈ 6-ാം തീയതി മെത്രാൻ സിനഡ് കൂടാൻ പോവാണ്. മെത്രാൻ കേരള സമൂഹത്തിലും എറണാകുളം അതിരൂപതയിലൊക്കെ ഒരു വലിയ ഹോട്ട് ഇഷ്യൂ ആണ്. ഇന്ന് മെത്രാൻ എന്ന് പറയുന്ന ഒരു തെറിയായിട്ട് മാറിയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുന്നത്, ഈ മെത്രാൻ എന്ന് പറയുന്ന ഒരു സംഭവത്തെ, അഗസ്റ്റിനിലെ മെത്രാൻ എന്ന് പറയുന്ന സംഭവത്തെ ഒന്ന് കണ്ടെടുക്കാം, ഒന്ന് വായിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇത് മെത്രാനും മെത്രാപോലിത്തയും കഥ ഞങ്ങളോട് പറഞ്ഞാണ്, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ. സ്നേഹം പറഞ്ഞവരെ, ഈ മെത്രാൻ എന്ന് പറയുമ്പോൾ ഇടയനാണ്, അവിടെ അധിവസിക്കുന്ന ആളുകളുടെ ഇടയനാണ്, ആ കമ്മ്യൂണിറ്റിയെ നയിക്കാനുള്ള ഇടയനാണ്. നമ്മൾ ഓരോരുത്തരും ഇടയന്മാരാണ്. നമ്മുടെ കുടുംബത്തിലെ ഇടയനാണ്, നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ ഇടയന്മാരാറുണ്ട്, നമ്മുടെ തൊഴിലിടങ്ങളിൽ നമ്മുടെ ഇടയന്മാരാറുണ്ട്. അപ്പൊ ഇത് തൊപ്പിയും വടിയും വെച്ചുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളിൽ ഓരോരുത്തരിലും ഒരു ഇടയനെ കണ്ടെത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചിന്തിക്കുന്ന ഒരു ചോദ്യം. ഈ ദിവസങ്ങളിലൊക്കെയാണ് നമ്മുടെ പ്രിയപ്പെട്ട MT നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത്. MTയുടെ എഴുത്തുകൾ വായിച്ച് തുടങ്ങിയതാണ് എന്റെയൊക്കെ ബാല്യം. അതുകൊണ്ട് പുള്ളി ഒരു ഇമോഷണലി നമ്മളൊരു ഫേവറേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ MT പോകുമ്പോൾ അതിന്റെ ഒരു സങ്കടം കൂടിയൊക്കെയുണ്ട്. MTയുടെ ആദ്യം ഞാൻ വായിച്ച പുസ്തകം എന്ന് പറയുന്നത് കാലമാണ്. കേരളത്തിലെ ഏതൊരു പുരുഷനും ഏതൊരു ആൺകുട്ടിക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. നമ്മളിൽ എവിടെയൊക്കെ ആ കഥാപാത്രമുണ്ട്. ഈ കഥയുടെ ക്ലൈമാക്സ് കഥാപാത്രമായി സേതു ഏറ്റവും അവസാനം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ സേതു പണ്ട് സ്നേഹം നടിച്ചിരുന്ന ഒരു സുമിത്രയുണ്ട്. ആ സുമിത്രയുടെ ക്ലൈമാക്സോടെയാണ് ഈ സിനിമ, ഈ കഥ അവസാനിക്കുന്നത്, നോവല്. ആ കഥ ഇങ്ങനെയാണ്: സേതുവിന് എന്നും ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. ഇതാണ് ഈ കഥാപാത്രം പറയുന്നത്. ജീവിതം മൊത്തം കഴിഞ്ഞു കഴിയുമ്പോൾ സേതുവിനോട് പറയുന്നത്, സേതുവിന് എന്നും ഒരാളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, അത് സേതുവിനോട് മാത്രം. സ്നേഹം പറഞ്ഞവരെ, ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ സേതുമാര് നമ്മളൊക്കെയുണ്ട്. നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നു എന്ന് പറയും, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ സ്നേഹിക്കുന്ന ഒരു നാർസിസ്റ്റ് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ പറയും, ഭാര്യ എന്റെ പൊന്നോമനയാണ്, മക്കളുടെ ജീവിതമാണ്, എന്റെ സ്വപ്നമാണ്, തേങ്ങയാണ്. കാരണം നമ്മളെ പറ്റി ആരെങ്കിലും ഒരു കുഞ്ഞു വാക്ക് പറഞ്ഞാൽ പോലും നമ്മൾ ഹേർട്ടാവും, നമ്മൾ തകർന്നു പോകും. കാരണം നമ്മുടെ ഇമേജിന് നമ്മൾ അത്രമാത്രം വാല്യൂ ചെയ്യുന്നുണ്ട്. എന്നെ പറ്റി ആളുകൾ നല്ലത് പറയണം, എന്നെ പറ്റി ആരും മോശം കമന്റ് പറയരുത്. ഒരു ഫേസ്ബുക്കിൽ നമ്മളെ പറ്റി ഒരു നെഗറ്റീവ് കമന്റ് വന്നാൽ ഡിപ്രഷൻ അടിക്കുന്ന പിള്ളേരുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മൾ സാരി എടുത്തു, പുതിയ ഡ്രസ് ഇട്ടു, നോക്കി ഒന്നും കൂടിയൊക്കെ നോക്കി സെറ്റാണോ, മുടിയൊക്കെ ഒന്ന് വാങ്ങി ഒന്ന് ബോർഡർ. കാരണം നമ്മൾ ആത്യന്തികമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ പറയുന്ന പ്രോസസ്സിന് പറയുന്നത് നാർസിസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ വാക്ക് വരാനുള്ള ഒരു കഥ ഉണ്ടായിട്ടുണ്ട്. നാർസിയസ് എന്ന് പറഞ്ഞ ഗ്രീക്കിലൊരു കഥയാണ്. ചെറുപ്പക്കാരൻ ഒരു കാട്ടിനുള്ളിലൂടെ പോയാണ്. അന്ന് കണ്ണാടി മിററൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ്, കണ്ണാടിയൊന്നും ഇല്ല. അങ്ങനെ നടന്ന അവസാനം ക്ഷീണിച്ച് അയാൾ കാട്ടുപോയിലെത്തി മുഖം കഴുകാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യമായിട്ട് അയാൾ തന്റെ പ്രതിബിംബം കാണുവാണ്. ഈ പൊയ്കയിൽ കാണണം. അയാൾ നോക്കി, നല്ല വിടകൻ, എന്ത് രസം കാണാനായിട്ട്, അടിപൊളി. അയാൾ പിന്നെ നോക്കി, അയാളോട് ഇഷ്ടപ്പെട്ടു. അയാൾക്ക് നോക്കിയിട്ട് കണ്ടെടുക്കാൻ തോന്നില്ല. അയാൾ പിന്നെയും നോക്കി. നമ്മൾ സെൽഫി എടുത്തിട്ട് മതിയാവാത്ത പോലെ അവർ പിന്നെയും നോക്കി. അവസാനം അയാൾ പിന്നെ ഒന്നും കൂടി നോക്കി. അവസാനം പുഴയിങ്ങനെ മരിച്ചു പോയതാണ് കഥ പറയുന്നത്. സ്നേഹമുള്ള നാർസിസം എന്ന് പറയുന്ന വാക്ക് അവനവനോട് തന്നെയുള്ള സ്നേഹം. ഒരുപക്ഷെ വിശുദ്ധ അഗസ്റ്റിന്റെ ജീവിതത്തെ പറ്റി പറയുന്ന 2010 റിലീസായ ഒരു സുന്ദരമായ സിനിമയുണ്ട്, റെസ്റ്റ്ലെസ് ഹാർട്ട്, ദ കൺഫെഷൻ ഓഫ് സെയിന്റ് അഗസ്റ്റിൻ എന്നാണ് സിനിമയുടെ പേര്. പറ്റിയ യൂട്യൂബിലൊക്കെ ഉണ്ട് ആ സിനിമ, നിങ്ങളൊന്ന് കാണുന്നത് ഗംഭീരമായിരിക്കും. അതിൽ അദ്ദേഹത്തിന്റെ കൺവേർഷന് ശേഷം, മാനസാന്തരത്തിന് ശേഷം അദ്ദേഹം വലിയൊരു പദവിയിൽ വലിയൊരു സദസ്സിൽ നിൽക്കുന്നുണ്ട്. അവിടെ ആളുകൾ ചോദിക്കുന്നു, നീ അംബീഷ്യസ് അല്ലേ, നീ സെൽഫിഷ് അല്ലേ, നീ നാർസിസ്റ്റ് അല്ലേ, നീ ലെസ്റ്റ്ഫുൾ ആയിട്ടുള്ള ആളല്ലേ, നീ ഇത്രമാത്രം അധമ കാര്യങ്ങളൊക്കെ ചെയ്ത ആളല്ലേ, നീ നിന്നെ തന്നെ സ്നേഹിക്കുന്ന ആളല്ലേ എന്ന് പറയുമ്പോ ഇതിന് മറുപടിയായിട്ട് താൻ ക്രിസ്ത്യാനിയായ ശേഷമുള്ള അഗസ്റ്റിന്റെ ഗംഭീര പ്രസംഗം അതിസൂപ്പറായിട്ടാണ് ഈ സിനിമയിൽ അദ്ദേഹം പറയുന്നത് ശരിയാണ്. ഐ വാസ് അംബീഷ്യസ്, ഐ വാസ് സെൽഫിഷ്, ഐ വാസ് നാർസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഗോഡ് ഈസ് സോ ക്ലോസ് ടു അസ്. എന്നിട്ട് പറയുന്നുണ്ട്, ഹീസ് എ ബ്രദർ ദാൻ എനി ബ്രദർ, ഹീസ് എ ഫ്രണ്ട് ദാൻ എനി ഫ്രണ്ട്, ഹീസ് എ ലവർ ദാൻ എനി ലവർ. ദൈവത്തെ കുറച്ചുകൂടി ആഴത്തിൽ കണ്ടെടുത്തൊരു മനുഷ്യന്റെ തിരിച്ചറിവാണ്, ഒരു മനുഷ്യന്റെ ബോധ്യങ്ങളാണ്. സ്നേഹം നമ്മളെ മാത്രം സ്നേഹിക്കുന്ന ഒരു നമ്മളിൽ നിന്ന് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ രുചി അറിയാൻ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റത്തിന്റെ കഥയാണ് വിശുദ്ധ അഗസ്തീനോസിന്റെ കഥ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ മെത്രാൻ എന്ന് പറയുന്ന കാര്യത്തെ നമുക്കൊന്ന് ഫോക്കസ് ചെയ്യാം.
അത് പറയുമ്പോൾ ഞാൻ 3 മെത്രാന്മാരുടെ കഥ പറയാൻ പോയാണ്. നിങ്ങൾ ആരും പേടിക്കുന്ന, ഞാൻ പള്ളിയിൽ വിവാഹമൊന്നും പിടിക്കാൻ പോകുന്നില്ല. ജീവിച്ചിരിക്കുന്ന ഒരു മെത്രാന്റെ കാര്യം ഞാൻ പറയാൻ പോകുന്നില്ല. സാങ്കല്പികമായി എഴുതിയുണ്ടാക്കിയ കഥകളിലെയും സിനിമകളിൽ രൂപപ്പെട്ടിട്ടുള്ള 3 മെത്രാന്മാരെ മാത്രം പറയാം. അതാണ് എനിക്കും സേഫ്, പരിക്കേൽക്കില്ല. ഓക്കെ, ഒന്നാമത്തെ മെത്രാൻ എന്ന് പറയുന്നത് ബിഷപ്പ് മെറിയൽ. ഒരുപക്ഷെ ക്ലാസിക്കൽ നോവലുകൾ വായിച്ചിട്ടുള്ളവർക്ക് പരിചയമുള്ള ഒരു കഥയായിരിക്കും മാക്സിം ഗോർക്കിയുടെ പാവങ്ങൾ. ഈ പാവങ്ങളില് ജീൻബാജിന്റെ കഥയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഈ ജീൻബാജിന്റെ കഥയിൽ വരുന്ന മെത്രാനാണ് ബിഷപ്പ് മെറിയൽ. ഒരു ദിവസം മെത്രാൻ അവനെ കള്ളം കയറി സ്വർണ്ണ തിരിക്കാലുകളും സ്വർണ്ണ കാസുകളും പാത്രങ്ങളും കട്ടുകൊണ്ടുപോയിട്ട് പോണ വഴി അയാളെ പോലീസ് വിളിച്ചു. പോലീസ് വിളിച്ചപ്പോൾ ഇത് അരമനയിലെ തിരുപ്പാത്രങ്ങളാണെന്ന് മനസ്സിലായി. പോലീസ് ഈ മെത്രാനെ എടുത്ത് വന്നിട്ട് ചോദിച്ചു, ഇതാ ഈ തൊണ്ടി മുതല് നിങ്ങളിലാണോ? അപ്പൊ മെത്രാൻ, തൊണ്ടി മുതലോ? ഇത് ഞാൻ അവന് സമ്മാനിച്ചതല്ലേ? അപ്പൊ അവനെ ഞെട്ടി, പോലീസ് ഞെട്ടി. അടുത്ത ചോദ്യം, അതിന് നിങ്ങൾ ഇവൻ അറിയോ? പിന്നെ ഇവരുടെ സഹോദരനല്ലേ? ഈ 2 വാക്കേ ബിഷപ്പ് പറഞ്ഞിട്ടുള്ളൂ. ആ മൊമെന്റ് തൊട്ട് ജീൻബാജിയുടെ തലയില് തീക്കരകൾ കൂടുകൂടാവുകയാണ്. കാരണം ഇന്നോളം തന്നെ ഒരാൾ ഇതുപോലെ പശ്ചാത്തലം വികസനാക്കിയിട്ടില്ല. തെറ്റ് ചെയ്യുന്നത് ഞാനാണ്, പക്ഷെ ഇവരുടെ സഹോദരനാണെന്നും ഞാൻ എടുത്ത ഈ തൊണ്ടി മുതൽ എനിക്ക് സമ്മാനിച്ചതാണെന്നും പോലീസിനോട് ഈ മനുഷ്യൻ പറയുമ്പോ പിന്നെ പോലീസിനൊന്നും ചെയ്യാനില്ല. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഉരുകയാണ്. എങ്ങനെയാണ് ഒരാളുടെ ജീവിതത്തെ പശ്ചാത്താപത്തിലേക്ക് നയിക്കുന്നത്? പൊട്ടിപ്പോയ വളപ്പൊട്ടികളൊക്കെ ചേർത്ത് പിടിക്കുന്നത് പോലെ, പൊട്ടിപ്പോയ കണ്ണാടികളൊക്കെ ചിതറിപ്പോയതൊക്കെ എടുത്തു വെക്കുന്നത് പോലെ, കുറ്റപ്പെടുത്താതെ, വീണുപോയവരെ വീണ്ടും വീണ്ടും ആക്രോശിക്കാതെ, അവരുടെ മുറിവുകളിൽ വീണ്ടും വീണ്ടും വിങ്ങലുണ്ടാക്കാതെ, അവരെ നിങ്ങൾക്ക് അലിവോടെ നിശബ്ദമായിട്ട് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? നിങ്ങളൊരു ഇടയനായിട്ട് മാറും. വീഴ്ച പറ്റാത്തവരായിട്ട് ആരാണുള്ളത്? ഇന്ന് നിൽക്കുന്നുവെന്ന് കരുതുന്ന നാളെ വീഴാം. ഇന്ന് ഈ പ്രസംഗം പറയുന്ന നാളെ ചിലപ്പോൾ എന്നെ പറ്റിയുള്ള കഥ നിങ്ങൾ കേൾക്കാം. ആരറിയാം ആരാണ് നീതിമാനെന്ന്? ഞങ്ങളുടെ അത്തരത്തിൽ വൾണറബിലിറ്റിയുടെ, വീഴ്ചകളുടെ, ചാപല്യങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഈ ലോകത്തെ ഞാനും നിങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമില്ല. വീഴ്ച ആർക്ക് വേണമെങ്കിലും വീഴാം. ഞങ്ങൾ വീഴുമ്പോൾ ആഘാതത്തിൽ കൂടി കൂടുന്നുള്ളതാണ്. കാരണം അത്രയും ഉയരത്തിൽ നിന്ന് വീഴുമ്പോൾ അത്രയും കനപ്പെട്ട വീഴ്ചയായിരിക്കും എന്നുള്ളതാണ്. സ്നേഹം നമ്മൾ വീണ് പോയവരെ കുറ്റപ്പെടുത്താതിരിക്കുക, അവരെ ചേർത്ത് പിടിക്കാൻ പറ്റുക. അവരെ വീണ്ടും കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. മനസാക്ഷിയുടെ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും ചെറിയൊരു നെരിപ്പോട് ചെയ്യുന്നുണ്ടാവും. അവന് മനസ്സിലാവും, തെറ്റിപ്പോയല്ലോ, പാളിപ്പോയല്ലോ, ഇനി ഇത് ആവർത്തിക്കരുതെന്നൊരു ചിന്തയുണ്ടാവും. ഇതുപോലെ ചേർത്ത് നിർത്താൻ, കുറ്റപ്പെടുത്താതെ നിങ്ങൾക്ക് ചേർത്ത് നിർത്താൻ പറ്റുമോ? അപ്പോഴാണ് നിങ്ങൾ ഇടയനായിട്ട് മാറുന്നത്. ഒരു ആശ്രമത്തിൽ നിന്നും പതിവ് പോലെ രാത്രിയാകുമ്പോൾ വഴിവിട്ട വഴിയിലേക്ക് പോകുന്നൊരു സന്യാസി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം തിരിച്ച് മതിൽ ചാടി കയറി വരുമ്പോൾ അവിടെ ഏണി വെച്ചിരിക്കുന്നു. ആ ഏണിയുടെ ചുവട്ടിൽ ഏണിയും പിടിച്ചുകൊണ്ട് തണുത്ത് തലങ്ങലിച്ച് അവിടുത്തെ സുപ്രീം നിൽക്കുകയാണ്. ഒന്നും മിണ്ടിയില്ല. ചാടുമ്പോ കാലിടരുത് മോനെ, അതുകൊണ്ട് ഏണി വെച്ചതേ ഉള്ളൂ. പിന്നെ ജന്മത്തയാൾ മുതലേണിയില്ല. സ്നേഹം പറഞ്ഞവരെ, ഇങ്ങനെ അലിവോടെ നിങ്ങൾക്ക് മനുഷ്യരുടെ അവിടെ വരുമോ? നിങ്ങൾ ഇടയായിട്ട് മാറുന്നതാണ്. ഇനി 2ാമത്തെ ബിഷപ്പിനെ ഞാൻ പരിചയപ്പെടുത്താം. അത് കർദിനാൾ ലംബെർട്ടോ. നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളത് ഗോഡ് ഫാദർ എന്ന് പറയുന്ന വിശ്വവിഖ്യാതമായ ഒരു സിനിമയുണ്ട്. ആ സിനിമയിലെ മൈക്കിൾ കാർണിയർ എന്ന് പറയുന്ന ടൈറ്റിൽ കഥാപാത്രമുണ്ട്. ഈ ടൈറ്റിൽ കഥാപാത്രം തന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാരപ്പെട്ട ഒരു സമയത്ത് അദ്ദേഹം കാർഡിനൽ ലംബെർട്ടോയെ കാണാൻ വേണ്ടി മെത്രാസന മന്ദിരത്തിൽ പോകുന്നുണ്ട്. ഈ മെത്രാനുമായിട്ട് നീണ്ട നടത്തം നടന്നിട്ട് ആ നടത്തം എത്തുന്നത് ഗ്രോട്ടോയെ അടുത്താണ്. മാതാവിന്റെ ഗ്രോട്ടോയാണ്. നല്ല വെള്ളച്ചാട്ടമുണ്ട്, വെള്ളാരം കല്ലുകളുള്ളത്. അപ്പൊ ബിഷപ്പ് പറയും, മോനെ നീ ആ വെള്ളാരം കല്ലുകള് ആ ഗ്രോട്ടോയില് വെള്ളത്തിൽ കുതിർന്ന് കിടക്കുന്ന കല്ലുകളില് ഒരെണ്ണത്തെ കൊണ്ടുവരാൻ പറയും. അവനോട് എടുത്തുകൊണ്ടുവരും. ഇനി നീ ഒന്ന് പൊട്ടിക്കാൻ പറയും. അവനത് പൊട്ടിക്കും. എന്നിട്ട് ചോദിക്കും, അവന്റെ അകത്ത് വെള്ളമുണ്ടോ? അകത്ത് വെള്ളമില്ല. എത്രയോ കൊല്ലം ഈ വെള്ളത്തിൽ കുതിർന്ന് കിടന്ന കല്ലാണ്. പക്ഷെ അതിന്റെ അകത്ത് ഒരു തരി വെള്ളം ഏറ്റിട്ടില്ല, ഏച്ചിട്ടില്ല, ഏറിയിട്ടില്ല. എന്നിട്ട് മെത്രാൻ പറയുന്നത്, ഇതുപോലെയാണ് നമ്മൾ കത്തോലിക്കരുടെ ജീവിതം. നമുക്ക് പള്ളി പ്രസംഗങ്ങൾക്ക് ഒരു കുറവില്ല. നമുക്ക് ഇതുപോലെ പാട്ടുകാരായ എന്തോ അച്ഛന്മാരുടെ പാട്ടുകൾ എത്ര നമ്മൾ കണ്ടേക്കുന്നത്. ഇന്ന് കൂടി പാനാട്ട് പോയിട്ട് നേർച്ച ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്. എത്ര മഹാ ഊട്ട് നേർച്ചകൾ, എത്ര മഹാധ്യാനങ്ങൾ, ധ്യാനകേന്ദ്രങ്ങൾ, ധ്യാന ഗുരുക്കന്മാർ, എത്രയോ നല്ല കൗൺസിലിങ്ങുകൾ, എത്രയോ നല്ല സമ്മേളനങ്ങൾ. ഇതൊക്കെ ഉണ്ടായിട്ടും സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിന്റെ അകത്തേക്ക് ഒരു തരി ക്രിസ്തു കയറിയിട്ടില്ലെന്നുള്ളതാണ് പലപ്പോഴും. നമ്മുടെ എല്ലാ ആഘോഷങ്ങളുണ്ട്, ഒരു കുറവില്ല. എല്ലാ ആധാരങ്ങളുണ്ട്, ഒരു കുറവില്ല. എല്ലാ പരിപാടികളുണ്ട്, അടിപൊളിയാണ്. പക്ഷെ എത്രത്തോളം ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്? അതാണ് ചോദ്യം. അങ്ങനെ കനപ്പെട്ട് നിൽക്കുന്ന ആ മൈക്കിൾ കാർണിയറിന് ഈ ഒരു ചോദ്യം ഒരു കണ്ണാടി പോലെ വന്ന് ഭവിച്ചെന്നുള്ളതാണ്.
ഇതാണ് ചില ഇടയന്മാര്. അവർ കൂടുതലൊന്നും പറയില്ല, നേരെ തിരിഞ്ഞു നിൽക്കും, ഒരു കണ്ണാടി പോലെ. ചുറ്റുമുള്ള മനുഷ്യർക്ക് അവരുടെ വൃത്തികേടുകളും അവരുടെ കുറവുകളും അവരുടെ വീഴ്ചകളും ആ കണ്ണാടിയിലൂടെ കണ്ടെടുക്കാൻ പറ്റും. അവരുടെ ജീവിതത്തിന്റെ കുറവുകൾ കണ്ടെടുക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ളിടത്താണ് നമുക്ക് തിരുത്താൻ പറ്റുന്നത്. നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. നമ്മളെ ഏറ്റവും കൂടുതൽ രാവിലെ തൊട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഈർച്ച ഉണ്ടാക്കുന്നവരായിരിക്കും വീട്ടിലെ അമ്മയാണ്. 5 തവണ വിളിക്കാൻ തുടങ്ങും, എണീക്കട എണീക്കട എണീക്കട. അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആള് അമ്മയാണ്. പക്ഷെ ഈ അമ്മയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുറവുകളെ, അയാളുടെ ചാബല്യങ്ങളെ, അയാളുടെ കൊഴുക്കുത്തുകളെ ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തിരുത്തി കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ കുടുംബത്തിലും ഇടവകയിലും കുടുംബ യൂണിറ്റിലും ഒരു നല്ല ഇടയനായിട്ട് മാറുന്നതാണ്. ഇനി മൂന്നാമത്തെ ഇടയൻ ദസ്തോവ്സ്കിയുടെ ബ്രദേഴ്സ് ഓഫ് കാരവസ് എന്ന നോവലിലെ ദ ഗ്രാൻഡ് ഇൻക്വിസിറ്റർ എന്ന് പറയുന്ന അധ്യായത്തിലെ എത്തുന്ന ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം എന്ന് പറയുന്നത്, ഈ അദ്ദേഹത്തിന്റെ പ്രത്യേകത, റഷ്യയുടെ തെരുവിലേക്ക് വീണ്ടും ക്രിസ്തു വരുന്നു. ക്രിസ്തു വരുമ്പോ ഈ ക്രിസ്തുവിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത് ഈ പറഞ്ഞ പളുവെളുത്ത കുപ്പായമിട്ട കർദിനാളാണ്. ഈ പളുവെളുത്ത കുപ്പായമിട്ട കർദിനാൾ ഓടിച്ചെന്ന് ക്രിസ്തുവിനെ താണു വണങ്ങി കുമ്പിടാനോ കരങ്ങളിൽ ചുംബിക്കാനോ ആശ്ലേഷിക്കാനോ അല്ല പോകുന്നത്. അദ്ദേഹം ചെന്നിട്ട് പറയുന്നുണ്ട് ക്രിസ്തുവിനോട്, എനിക്ക് നിങ്ങളെ മനസ്സിലായി. ഈ റഷ്യയില് ഈ കാലത്ത് നിങ്ങൾ വരുമ്പോഴും നിങ്ങളുടെ നടത്തം കാണുമ്പോ, ആ നടത്തത്തിലെ തലയെടുപ്പ് കാണുമ്പോ, നട്ടെല്ല് നിവർത്തിയുള്ള നിങ്ങളുടെ ഓരോ സ്റ്റെപ്പുകൾ കാണുമ്പോ, നിങ്ങളുടെ കണ്ണിലെ തീ കാണുമ്പോ, നിങ്ങളുടെ കൂടെയുള്ള ആൾക്കൂട്ടത്തെ കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ക്രിസ്തുവാണ്. മാറിയിരിക്കാൻ നോക്കണ്ട, നിങ്ങൾ ക്രിസ്തുവാണ്, എനിക്ക് മനസ്സിലായി. പക്ഷെ പൊന്നു കർത്താവേ, ദൈവത്തെ ഓർത്ത് നീ ഇപ്പൊ എഴുന്നള്ളരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, ഞങ്ങൾ നിന്നെ വിറ്റ കാശുകൊണ്ട് പള്ളി പണിതോട്ടെ, ഞങ്ങളൊന്ന് മേഖലകളിൽ വാണോട്ടെ, നിന്നെ ഞങ്ങളൊന്ന് വിറ്റ് ജീവിച്ചോട്ടെ. നീ വന്നാൽ അലമ്പാക്കും, നീ വന്നാൽ ചോദ്യം ചെയ്യാൻ തുടങ്ങും, നീ വന്നാൽ ഞങ്ങളുടെ കത്തികളിൽ കയറിയിട്ട് മേശയും കസേരയും മത്സരിക്കാൻ തുടങ്ങും, ഞങ്ങളുടെ നേർച്ചപ്പെരുകൾ നീ പരിഹസിക്കാൻ തുടങ്ങും. കർത്താവ്, ഞങ്ങൾ നിന്നെ വിറ്റൊന്ന് ജീവിച്ചോട്ടെ പ്ലീസ്. ഞങ്ങളുടെ സ്വൈര്യമായ ജീവിതത്തിൽ ആലമ്പുണ്ടാക്കാനായിട്ട് നീ വരരുത്, പ്ലീസ് ഗോ ബാക്ക് എന്ന് പറയുന്ന വേറൊരു മെത്രാനെ ഈ നോവൽ കാണിച്ചിരുന്നുണ്ട്. ഒരു ഇടയൻ എങ്ങനെയാകരുത് എന്നുകൂടിയുള്ള പാഠമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഈ അടുത്ത കാലത്ത് IFFK പോയപ്പോൾ കണ്ട ഒരു സിനിമയാണ്, ഒരു ഡാനിഷ് സിനിമയാണ് ഗേൾ വിത്ത് ദ നീഡിൽ എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വലിയ കഥയുടെ ഒരു ക്ലാസിക്കലായിട്ടുള്ള ചിത്രീകരണമാണ്. അന്ന് വ്യവസായ വിപ്ലവം കൊടികുത്തി വാഴുന്ന സമയത്ത് ഫാക്ടറികളും നൂൽനൂൽക്കൽ യന്ത്രങ്ങളും തുണിമല്ലികളൊക്കെ ഉള്ള സമയത്ത് ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിച്ചു പോവുകയാണ്. അവളുടെ ഭർത്താവ് പട്ടാളത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവൾ ജീവിക്കുമ്പോൾ അവൾക്കൊരു അപരിചിത ഗർഭം ഉണ്ടാകുന്നുണ്ട്. ആ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവൾ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ സൂചിയുമായിട്ട്. അവൾ തയ്ക്കുന്ന ഒരു വലിയ സൂചിയുമായിട്ട്. അവിടെ വെച്ചാണ് അവളൊരു സ്ത്രീയെ കണ്ടുമുട്ടുന്നത്. ആ സ്ത്രീ ബാലശ്വരത്തിൽ പറഞ്ഞു, നീ അത് ചെയ്യരുത്, ഈ കുഞ്ഞിന് നീ ജന്മം കൊടുക്കണം, എന്നിട്ട് നീ എന്റെ അടുത്ത് വാ, ഈ കുഞ്ഞിനെ ഞാൻ നോക്കാം. എത്രയോ നല്ല സ്പോൺസേഴ്സിനെ, ഏറ്റവും നല്ല മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങളില്ലാത്ത നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ പറ്റുന്ന ചുറ്റുപാടുകളിലേക്ക് ഞാൻ ഈ കുഞ്ഞിനെ മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ പ്രസവിച്ചു. വളരെ താല്പര്യത്തോടെ ഈ സ്ത്രീ എടുത്തിരുന്നു. ഈ സ്ത്രീയുടെ അടുത്ത് ഇതുപോലത്തെ ഒരുപാട് കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. അവരെയൊക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നുണ്ട്. എന്നിട്ട് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് അവിടെ പോകുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട്, സ്പോൺസേഴ്സ് വന്നു, പുതിയ മാതാപിതാക്കളെ കിട്ടി, അവരുടെ കൈകളിലേക്ക് കുഞ്ഞിനെ കൊടുത്തു. എന്തൊരു സ്നേഹമയിയായ സ്ത്രീ, എത്രയോ കുഞ്ഞുങ്ങളുടെ ഭ്രൂണഹത്യകൾ ഒഴിവാക്കിയ ഒരു സ്ത്രീ, അങ്ങനെ നമ്മൾ ആദരവോടെ നോക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ കഥയുടെ ക്ലൈമാക്സ് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, ഈ സ്ത്രീ താൻ കൊണ്ടുപോയ എല്ലാ കുഞ്ഞുങ്ങളെയും കിരാതമായിട്ട് കൊന്ന് പുഴയിൽ തള്ളുകയായിരുന്നു വർഷങ്ങളോളം. ആ നാട്ടിലെ ഏറ്റവും വലിയ സീരിയൽ കില്ലറായിരുന്നു എന്ന് പിന്നീട് ചരിത്രം പറയുന്നുണ്ട്. ഇതാണ് ഈ സിനിമയുടെ ഇതിലൊക്കെ. നമ്മുടെ അവസാനം ഒരു ഷോക്കും ഞെട്ടലുമാണ്. സ്നേഹം പറഞ്ഞവരെ, നമ്മൾ സംരക്ഷിക്കേണ്ടവർ തന്നെ നമ്മളെ കാർന്നു നിന്ന, നമ്മുടെ ഇടയന്മാര് തന്നെ വെയിൽ തന്നെ വിളവ് നിന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഇടയ സങ്കല്പങ്ങൾ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുന്നത് നല്ലതാണ്. സഭയിലാകാം, സമൂഹത്തിലാകാം, കുടുംബത്തിലാകാം, ഞാൻ എങ്ങനെയുള്ള ഒരു ഇടയനാണെന്നുള്ളതാണ്. ഈ ചോദ്യങ്ങൾ നമുക്ക് എവിടെ ചോദിക്കാം? മെത്രാനോട് മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങളല്ല, അവനവനോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ഈ കടന്നുപോയ 2024 ഏറ്റവും സങ്കടപ്പെടുത്തുന്ന കാഴ്ച വയനാടാണ്. കിടന്നുറങ്ങിയവരെ നേരം പുലർത്ത് കണ്ടിട്ടില്ല. മണ്ണിനിടയിൽ കുപ്പുകുത്തിപ്പോയി ജീവിതം പൊരിഞ്ഞുപോയി. സ്നേഹമുള്ളവരെ, അതൊക്കെ കഴിഞ്ഞ് മിലിറ്ററിയും ഒരുപാട് രക്ഷാപ്രവർത്തകരും കേരളം ഒരു മനസ്സോടെ ചേർന്ന് നിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അപ്പോഴാണ് ഏറ്റവും അവസാനം നമ്മുടെ പ്രധാനമന്ത്രി വരുന്നത്. അയ്യോ, കാര്യം നമ്മളൊക്കെ എന്തോ ഒരു തെളിവാണ്, ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ്. എങ്കിൽ പോലും ഒരു റീൽസ് ഭയങ്കരമായിട്ട് നമ്മളെല്ലാവരും കണ്ടു. ഒരു കുഞ്ഞി കൊച്ചു ആശുപത്രിയില് കിടക്കയില് ആ കുഞ്ഞിനെ ഓമനിക്കുന്ന നരേന്ദ്രമോദി.
ആ മോദിയുടെ താടി പിടിച്ച് വലിക്കുന്ന കുഞ്ഞ്, ദൈവമേ എന്തൊരു ഓമനത്തോടെ കാഴ്ചയാണ്. ഈ പ്രധാനമന്ത്രിയാണ് ഞാൻ ഇത്രയും കാലം കുറ്റം പറഞ്ഞത്. എത്ര നല്ല മനുഷ്യനാണ്. ആ റീൽസൊക്കെ എന്തോരം റീൽസ് ഉണ്ടാക്കിയെന്ന് അറിയാമോ? പക്ഷെ പിന്നീട് 4-5 മാസം കഴിഞ്ഞിട്ട് വയനാടിന് 10ന്റെ പൈസ കിട്ടിയിട്ടില്ലെന്ന് മാത്രമല്ല, അന്ന് ഇവര് വന്നതിന്റെ ചെലവാശം കൂടി നിങ്ങൾ തരണമെന്ന് പറയുമ്പോ ദൈവമേ ഈ മനുഷ്യൻ എന്തൊരു പ്രഹസനമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ഇടയനാകേണ്ടവർ ഇടയനാകാമായിരുന്നവർ അതല്ല എന്നും അയാൾ നല്ല ഇടയനല്ലെന്നും നമ്മളെ കാണിച്ചു തരുന്ന കാഴ്ചയാണ്. നവീൻ ബാബുവിന്റെ മരണം നമ്മൾ ഞെട്ടിയതാണ്. ഒരുപക്ഷെ കേരളം മുഴുവൻ ആ കുടുംബത്തിന് നീതി കിട്ടണം. ഓരോ മന്ത്രിയും ഓരോ സെലിബ്രിറ്റിയും വന്ന് കൂടെ ഞങ്ങളുണ്ട്, നീതി നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ഭരണകൂടങ്ങളും മന്ത്രികളും. പക്ഷെ 2 ആഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആർക്കാണ് നീതി കിട്ടിയത്? അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു, ജയിലിൽ കിടന്നവർക്ക് നീതി കിട്ടി. അപ്പോ സംരക്ഷകരാകേണ്ടവർ തന്നെ കാർന്നു തിന്നുന്ന ഒരു കാലഘട്ടത്തിൽ ഇനി സഭയിലേക്കുള്ള കഥകൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് തീരില്ല. അത്രത്തോളം കഥകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒന്ന് കുർബാന ചൊല്ലിയ സസ്പെൻഷൻ മേടിക്കുന്ന കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നാളെ ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. വല്ല യൂബർ ഓടിക്കാനോ സൊമാറ്റോയോ സ്വിഗ്ഗി ഓടിക്കാനൊക്കെ പോയാലെന്ന് വരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇടയ സങ്കല്പങ്ങളെ വീണ്ടും നമ്മൾ പൊളിച്ചു പണിയേണ്ട ഒരു കാലഘട്ടത്തിൽ വിശുദ്ധ അഗസ്റ്റിൻ എന്ന് പറയുന്ന മെത്രാനെ മാത്രം ഒന്ന് പരിചയപ്പെടുത്താം. AD 394 അദ്ദേഹത്തിന്റെ അച്ഛൻ നേരത്തെ പറഞ്ഞ വിഖ്യാതമായ ക്ലാസിക് എന്ന് പറയുന്ന ദ കൺഫെഷൻ അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ എന്ന് പറയുന്ന പുസ്തകം റിലീസാകുമ്പോൾ അയാൾ മെത്രാനാണ്. ഓക്കെ, അവിടുത്തെ രൂപതയുടെ മെത്രാനാണ്. പക്ഷേ നിങ്ങൾ ഈ 13 അധ്യായങ്ങൾ വരുന്ന 13 പുസ്തകങ്ങൾ വരുന്ന ഈ കൺഫെഷൻ നിങ്ങൾ തുറന്നു വായിക്കണം. ഒരു മനുഷ്യൻ പച്ചയ്ക്ക് തുണിയൊഴിച്ചു നിൽക്കാണ്. എന്റെ നടന്ന കഥകളെല്ലാം, എന്റെ വന്ന വഴികളെല്ലാം, എന്റെ വന്ന വഴികളിലെ വീഴ്ചകളെല്ലാം ഒരു മറയില്ലാതെ ഒരു മതിലുമില്ലാതെ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോ ഇദ്ദേഹം അവിടുത്തെ മെത്രാനാണ്. കേരളത്തിലെ ഏതെങ്കിലും മെത്രാന് ധൈര്യം ഉണ്ടാകുമോ? വന്ന വഴികളിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എന്റെ തെറ്റുകൾ ഇതൊക്കെയായിരുന്നു എന്ന് പറയാൻ ഇന്ന് ചമ്പർത്തം നട്ടലുള്ള ഏതെങ്കിലും മെത്രാൻ ഉണ്ടാവോ? പേരിന് പോകും. സ്നേഹം, ഇവിടെയാണ് അദ്ദേഹം വ്യത്യസ്തനാകുന്നത്. താൻ വന്ന വഴികളിലെ കാര്യങ്ങൾ കഥകൾ പറയാൻ അയാൾക്ക് മടിയില്ല. കാരണം ജീവിതത്തോട് അയാൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണത്. ഒരാളുടെ ജീവിതത്തോട് സത്യസന്ധനാകുമ്പോൾ മാത്രമാണ് അയാൾക്ക് ഇങ്ങനെ നാണമില്ലാതെ ജാള്യതയില്ലാതെ തന്നെ തുറന്നു വെക്കാൻ പറ്റുന്നത്. അങ്ങനെ തുറന്നു വെച്ചാൽ എന്റെ മെത്രാൻ പദവി പോകില്ല, അങ്ങനെ തുറന്നു വെച്ച നാണക്കേടുണ്ടാക്കുന്ന ഒന്നല്ല ഇത് എന്ന് അയാൾക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. മറിച്ച് സത്യസന്ധനാകുമ്പോഴാണ് ഞാനൊരു നല്ല ഇടയനാകുന്നത്. തേലക്കാടച്ചിലെ പ്രശസ്തമായ ഒരു വാചകമുണ്ട്, തുണി മാറ്റൂ മുറി ഉണങ്ങട്ടെ. കാലിലൊരു മുറിവുണ്ടായി, നിങ്ങൾ മുടി വെക്കാൻ നോക്കരുത്, നിങ്ങൾ വീട് കെട്ടിവെക്കാൻ നോക്കരുത്. അത് പിന്നെ വ്രണമാകും, അത് പിന്നെ മണമാകും. തുണി മാറ്റൂ മുറി ഉണങ്ങട്ടെ. നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ ചാവല്യങ്ങളെയും തെറ്റുകളെയും മൂടി വയ്ക്കുന്ന ഒരു സഭയിൽ പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മൾ ഡിഫൻസ് ആയിരിക്കും. നമ്മുടെ ജീവിതകാലം മൊത്തം സംരക്ഷകരായിട്ട് വരും കർത്താവിന്. അങ്ങനെ ഒരു ജീവിതമല്ല ക്രിസ്തു ആഗ്രഹിക്കുന്നത്. തുണി മാറ്റും മുറി ഉണങ്ങട്ടെ. കർത്താവെ, ഞാൻ ബലഹീനനാണ്, ഞാൻ വീഴ്ചകളുള്ള മനുഷ്യനാണ്, എനിക്ക് പാളിപ്പോയിട്ടുണ്ട്. ഞങ്ങളുടെ സഭ അത്ര നല്ല സഭയൊന്നുമല്ല, ഞങ്ങൾക്ക് ഒരുപാട് വീഴ്ചകളുടെ കഥകളുണ്ട്. ഇതൊക്കെ തുറന്നു പറയാൻ പറ്റിക്കഴിഞ്ഞാൽ പതിയെ നമ്മൾ വിമലീകരിക്കപ്പെടും. സ്നേഹം പറഞ്ഞവരെ, വിശുദ്ധ അഗസ്റ്റിൻ നമ്മളോട് പറയുന്നതാണ്, എന്റെ പിന്നാമ്പുറ കഥകൾ, എന്റെ ഇന്നലകൾ ഞാനത് തുറന്നു വെക്കുകയാണ്. അതുകൊണ്ട് എന്റെ സഭയോ എന്റെ ഞാനോ ചീത്തയാകുന്നില്ല. ഇവിടെ അത് വിഴുപ്പടക്കലല്ല, മറിച്ച് ജീവിതത്തോട് കാണിക്കേണ്ട സത്യസന്ധതയാണ്. സ്നേഹം പറഞ്ഞവരെ, ഈ സത്യസന്ധത ഇന്ന് നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നത്. വിശുദ്ധ അഗസ്റ്റിൻ വെറുതെ കടന്നുപോയ വിശുദ്ധനല്ല, വ്യക്തമായ ബോധ്യങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ബോധ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിന് തിളക്കം കൊടുത്തത്. അതുകൊണ്ട് നെടുങ്ങാട്ട് കെങ്കേമമായിട്ട് നിങ്ങൾ ഈ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഇത്തരത്തിലുള്ള ബോധ്യങ്ങൾ നിങ്ങളുടെ ജീവിതങ്ങളെ കുറെ കൂടി സുതാര്യമായിട്ട് കാണാൻ, കുറെ കൂടി സത്യസന്ധമായിട്ട് നോക്കിക്കാണാൻ, അല്പമെങ്കിലും സത്യസന്ധത എന്നോടും എന്റെ ജീവിതത്തോടും ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ ക്രെഡിബിലിറ്റി? പിന്നെ എന്താണ് ഞാൻ? സ്നേഹിതരെ, ക്രെഡിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് മാറാൻ, ക്രെഡിബിലിറ്റി ഉള്ള ഒരു അപ്പനാകാൻ, ക്രെഡിബിലിറ്റി ഉള്ള ഒരു അമ്മയാകാൻ, ക്രെഡിബിലിറ്റി ഉള്ള ഒരു കുടുംബാംഗമാകാൻ, ഇടവംഗമാകാൻ ദൈവമേ എനിക്ക് എന്താണ് ഇനി കഴിയുക? ഈ വിശുദ്ധൻ പൊള്ളിക്കുന്ന ഒരു ചോദ്യവും പൊള്ളിക്കുന്ന ഓർമ്മപ്പെടുത്തലായിട്ട് മാറട്ടെ. തിരുനാളിന്റെ പവിത്രനോടൊപ്പം തന്നെ ഈ ആഴമുള്ള ചിന്തകളും ഈ ആഴമുള്ള വിലയിരുത്തലുകളും വിചിന്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കൈകളക്കാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. വിശുദ്ധ അഗസ്റ്റിൻ എന്നും നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ. നമുക്കും വീണെടുത്ത് നിയമിച്ചവരായിട്ട് ഈ വിശുദ്ധൻ വലിയ ഓർമ്മപ്പെടുത്തലാണ്. രാത്രി മടുത്ത് യാത്ര ഉപേക്ഷിക്കരുത്. പുലരിക്ക് നിമിഷങ്ങളേ ഉള്ളൂ. വൈകി പോയിട്ടില്ല,
തിരികെ കുറേയൊക്കെ തെറ്റുകളുണ്ടായിട്ടുണ്ടാവും. ഇനിയും തിരിച്ചു വരാൻ വിശുദ്ധ അഗസ്റ്റിൻ മാടി വിളിക്കുന്നുണ്ട്. അതിന് തിരുനാൾ ഒരു പ്രേരണമാകട്ടെ, കാരണമാകട്ടെ. തിരുനാളിന്റെ നല്ല നാളുകൾക്ക് എല്ലാ ആശംസകളും എല്ലാ നന്മകളും നിങ്ങളുടെ ജീവിതം ഉണ്ടാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.